കൊള്ളാം, നല്ല സിനിമയാണ്. എന്താണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പം ഇപ്പോഴെന്നല്ല പൊതുവെ കണ്ടുവരുന്ന ഒരു ഇതാണല്ലോ ഇതിലൊരു സോഷ്യലി റിലവൻ്റ് ആ ഒരു മെസ്സേജ് ക്ലൈമാക്സിൽ കൺവേ ആവുന്നുണ്ട്. പെർഫോം ചെയ്ത ഈച്ച് ആൻഡ് എവറി ക്യാരക്ടർ ഒരു ഹൈ എൻഡ് പെർഫോമൻസ് ഡെലിവർ ചെയ്തിട്ടുണ്ട്. ഓഫ്കോഴ്സ് IFFKയിൽ നല്ല പ്രശംസ പിടിച്ചു പറ്റിയൊരു സിനിമ തന്നെയാണ്. അത് നോർമൽ ഓഡിയൻസും ഈ സിനിമ സ്വീകരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എങ്ങനെയായിരുന്നു പെർഫോമൻസ് ഒക്കെ? ഒരുപാട് പുതിയ ആൾക്കാരുണ്ടായിരുന്നല്ലോ, തിയേറ്റർ ആർട്ടിസ്റ്റ് ഒരുപാട്. മെജോറിറ്റി എന്ന് പറയുന്നത് എല്ലാവരും പുതിയ ആൾക്കാരാണ്. എന്നിരുന്നാലും അതിൻ്റെ ഒരു അതൊന്നും കാണുന്നില്ല. അവരൊക്കെ തിയേറ്റർ ആർട്ടിസ്റ്റ് ആയിരിക്കണം എന്നാണ് തോന്നുന്നത്. നല്ല പെർഫോമൻസ് ആയിരുന്നു. എന്താണ് ഒരു ഫീല്? നമ്മൾ ഇപ്പോഴത്തെ കുറച്ച് ഇപ്പോഴത്തേന്നല്ല എപ്പോഴുള്ള ഒരു സമൂഹത്തിൽ ഒരു സ്ത്രീകൾ ഒരു നല്ലൊരു മോട്ടിവേഷണൽ ഫിലിമാണ്, കണ്ടോണിക്ക് വാച്ചബിളാണ്. വേറെ പ്രത്യേകിച്ച് കുറേ നാൾക്ക് ശേഷമാണ് നല്ലൊരു കണ്ടൻറ്റുള്ള സിനിമ ഇറങ്ങണം. അവരത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ സ്ത്രീകൾക്ക് നേരെയുള്ളൊരു അത് നല്ലൊരു എടുത്ത് കാണിച്ചിട്ടുണ്ട്. പെർഫോമൻസ് സൈസൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവരുടെയും റെഫറൻസ് ആണ്. പുതിയൊരു നായിക 1-2 സിനിമ അല്ലേ നമ്മളെ നല്ല ക്യാരക്ടറാണ്. പിന്നെ ഒരുപാട് തിയേറ്റർ ആർട്ടിസ്റ്റ് പുതുമുഖങ്ങൾ ഒരുപാട് പേര് വന്നിട്ടുണ്ടല്ലോ. ഒട്ടുമിക്ക എല്ലാവരുടെ പെർഫോമൻസും അടിപൊളിയായിരുന്നു. എന്തായാലും കണ്ടന്റ് ഉള്ളതുകൊണ്ട് എല്ലാവരും അവസാനം തന്നെ കാണാം, ബോറില്ല. ഓക്കെ. ആട്ടം ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്കിഷ്ടപ്പെട്ടു, പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു നാടകമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കി തുടങ്ങുന്ന കഥയാണ്. പിന്നെ അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന പ്രശ്നങ്ങൾ, ഒരു പ്രശ്നം അതിനെപ്പറ്റി പിന്നീട് അങ്ങോട്ട് മറ്റു ലൊക്കേഷൻ നടക്കുന്ന കഥയാണ്. പിന്നെ ആ പടത്തിൽ കൂടുതൽ പറഞ്ഞ രസം ശരിക്കും പോകും. കാരണം അതങ്ങനെ കാണേണ്ട പടമാണ്. ഒരുപാട് ഭയങ്കരമായ ആർട്ടിസ്റ്റുകളൊന്നുമില്ല, എന്നാൽ ആർട്ടിസ്റ്റുകളിലൊക്കെ വളരെ രസമായിട്ട് ചെയ്യപ്പെടുന്ന പടം. പിന്നെ എന്താ പറയുക, ഒരു പെൺകുട്ടിയുടെ മാനസമ്മർദ്ദം നല്ലോണം ആ പടത്തിൽ നല്ല രീതിയിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം കൂടുതൽ പറഞ്ഞ് കുളമാക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വിനീഫോട്ട് നല്ലോണം പെർഫോം ചെയ്യുന്നത്. ആ ക്യാരക്ടർ പുള്ളിക്കാരൻ നല്ലപോലെ പെർഫോം ചെയ്തിട്ടുണ്ട്. വിനീഫോട്ടായാലും അതുപോലെ തന്നെ ഷാജോണായാലും അവരൊക്കെ പറയേണ്ട ആർട്ടിസ്റ്റ് അവരൊക്കെ അറിയാമല്ലോ. പിന്നെ അതുപോലെ മറ്റ് പുതിയതായിട്ടൊന്നും പുതിയ ആൾക്കാരല്ല, എന്നാലും അവരവരെ പല സിനിമകളിലും ചെയ്യുന്നതും പലതായിട്ടുള്ള വേഷങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അവർ ഈ പടത്തിൽ വളരെ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. നായികയായാലും എടുത്തു വരണം, നായിക നല്ല രീതിയിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല സിനിമയാണ് തീർച്ചയായും എനിക്കിഷ്ടപ്പെട്ടു. പേഴ്സണലി എനിക്ക് അവിടെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്നുവെച്ചാൽ അത് പടം ഒരു അത്യാവശ്യം ഡ്രാമയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും പടം ഇഷ്ടപ്പെടും. കാരണം ആ ടൈപ്പ് ഓഫ് മേക്കിംഗ് ആണ്. അത് ഒരുപാട് സ്ഥലത്ത് അവർ വളരെ ലൈവായിട്ട് പക്കാ ലൈവാണ് പടം. പറഞ്ഞ ഓരോ സീനുകൾ എടുത്തു വെച്ചിരിക്കുന്നതായാലും അല്ലെങ്കിൽ ഒരു സീനുകൾ കമ്പോസ് ചെയ്ത എല്ലാ കാര്യങ്ങളും പക്ക ലൈവായിട്ട് തന്നെ പക്ക കൊണ്ടിരിക്കും. ഒരു ഏച്ചുകാട്ടിലൊന്നും പടത്തിൽ തോന്നിയില്ല. എല്ലാവരുടെയും പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ്. പേഴ്സണലി പടം ഇഷ്ടപ്പെട്ടു. ഇതിലുള്ള പെർഫോം ചെയ്തിരിക്കുന്ന പേരറിയാത്ത കുറേ പേരുണ്ട്, തിയേറ്റർ ആർട്ടിസ്റ്റുകളുണ്ട്. അവരുൾപ്പെടെ നായിക സറീൻ ഉൾപ്പെടെ നല്ലൊരു പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. കാരണം ഇതിൽ സംഭാഷണങ്ങൾക്കാണ് പ്രാധാന്യം. ഇവർ എല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു നാടക ട്രൂപ്പുണ്ട്, അരങ്ങെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അകത്ത് നടക്കുന്ന ഒരു ദിവസം നടക്കുന്ന സംഭവത്തിൽ അതിൻ്റെ ഒരു സത്യവും കള്ളവും എന്താണ് നടന്നെന്ന് വിശകലനം ചെയ്യുന്നതാണ് ഈ 2 മണിക്കൂർ 20 മിനിറ്റ്. അപ്പോൾ ഈ അരങ്ങെന്ന് പറയുന്ന നാടക ട്രൂപ്പ് നമ്മുടെ സമൂഹം തന്നെയാണ്, നമ്മുടെ സൊസൈറ്റി തന്നെയാണ്. അതിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മളിപ്പോൾ പ്രൈം ടൈം ചർച്ചയിൽ ഉൾപ്പെടെ എന്താണ് നടന്നത്, എന്താണ് അതിൻ്റെ സത്യം കള്ളം, പക്ഷേ ഇതിൽ ബാധിക്കപ്പെട്ട ഒരാളുണ്ട്. അതാണ് ഇതിലെ നായിക എന്ന് പറയുന്ന കഥാപാത്രം. അവർ കടന്നുപോയ ഒരു ഇമോഷണൽ ട്രോമ, പെയിന്, അതൊന്നും പലരും മനസ്സിലാക്കാതെ ഇരുന്ന് ചർച്ച പറയും. ഇപ്പോൾ അമ്മയെ തല്ലിയാലും 2 കൂട്ടരുണ്ടെന്ന് പറയും, 2 സൈഡുമായിട്ട്. പക്ഷേ ഇതിനെല്ലാം പിറകെ ആ കുട്ടിയുടെ കൂടെ ആര് നിൽക്കുന്നു, അല്ലെങ്കിൽ ആ കുട്ടി പോയ കുറേ ഇമോഷൻസൊക്കെ ഉണ്ട്. അതൊക്കെ സിനിമ മൊത്തമായിട്ട് കണ്ടു കഴിയുമ്പോൾ ഒരു സർക്കാസം മൂവി തന്നെയാണ്. കാരണം നമ്മുടെ ഒരു സംഭവം നടന്നു കഴിയുമ്പോൾ നമ്മുടെ സൊസൈറ്റി എങ്ങനെയാണ് അതിനെ കാണുന്നത്, എല്ലാവരും സ്വന്തം ജീവിതത്തിൽ ആ ഒരു സംഭവം നടക്കുമ്പോഴേ എപ്പോഴും അതിൻ്റെ ഒരു തീവ്രത മനസ്സിലാക്കുള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ സർക്കാസവും ഒക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. ഒരു നല്ല ഇൻറ്റൻസ് സബ്ജക്റ്റ് സിനിമ സംസാരിച്ചിട്ടുണ്ട്. മികച്ചൊരു സിനിമയാണ്, അതിപ്പോൾ എഴുത്തിലും പെർഫോമൻസിലും ആയാലും. അപ്പോൾ അതുമാത്രമല്ല, അത് കാണുന്ന പ്രേക്ഷകനെയും കൂടെ മുഖവിലേക്ക് എടുത്തിട്ട് നല്ലൊരു സിനിമ അവർ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. നമ്മൾ തിയേറ്ററിൽ വന്ന് കാണുക. സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു സിനിമ എന്താ പറയുക, നല്ലൊരു സിനിമ കണ്ട, ഒരു ശക്തിയേറിയ അല്ലെങ്കിൽ ഒരു ആഴമേറിയ ഒരു വിഷയം സംസാരിച്ച സിനിമ കണ്ട എൻ്റെ ഫീല് കിട്ടും. അതെ, എന്നെ സംബന്ധിച്ച് എനിക്ക് 2024 ഈ സിനിമ ആദ്യമായിട്ട് കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം IFFKയിൽ ഞാൻ ഈ പ്രാവശ്യം പങ്കെടുത്തിരുന്നില്ല. അപ്പോൾ ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ കേട്ടിരുന്നു. പിന്നെ സാധാരണ IFFKയിൽ വരുന്ന ചില സിനിമകൾ ചിലപ്പം ബാക്കിയുള്ള പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊക്കെ സബ്ജക്റ്റ്. ഇത് അങ്ങനെയൊന്നുമില്ല. ഈ സബ്ജക്റ്റ് നമുക്ക് സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും ഈ സിനിമ സംസാരിക്കുന്ന സബ്ജക്റ്റ് എന്തുമാത്രം തീവ്രതയേറിയതും നമ്മുടെ സൊസൈറ്റിക്ക് എന്തുമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് മനസ്സിലാവും. ഒരു വിഷയത്തിന് അതിൻ്റെ വശങ്ങളെ സംസാരിക്കുന്നതാണ്, പക്ഷേ ആ ഒരു വിഷയത്തിന്
കാതലായിട്ട് അതിലൊരു സ്ട്രോങ് എലമെൻ്റ് ഉണ്ട്. അത് അവർ നല്ല രീതിയിൽ 2 മണിക്കൂർ 20 മിനിറ്റ് ഉണ്ട് സിനിമ. പക്ഷേ എനിക്ക് ഒരു സ്ഥലത്ത് പോലും ബോറടിച്ചിട്ടില്ല. അത് നല്ല രസമായിട്ട് അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. അവസാനം കുറച്ച് ഇമോഷനായിട്ടൊക്കെ നമുക്ക് സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങാൻ പറ്റും. നാടകമായിട്ട് അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സിനിമയാണ്. എന്നാൽ അങ്ങനെയാണ് സിനിമ അവതരിപ്പിച്ചിരിക്കുന്നത്. അതൊക്കെ കൊള്ളാം, നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഫാമിലി ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെടുന്നു. ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ ഈ സിനിമ സത്യം പറഞ്ഞാൽ നമ്മുടെ എല്ലാവരും കാണേണ്ടതാണ്. എൻ്റർടൈൻമെൻറ്റിന് അപ്പുറം സിനിമയ്ക്കൊരു വാല്യൂ ഉണ്ടല്ലോ. ആ ഒരു വാല്യൂ, അതായത് കലാമൂല്യം ഉള്ള ഒരു സിനിമയാണ്. ആഴമേറിയ ഒരു വിഷയമാണ് സംസാരിച്ചിരുന്നത്. അത് മികച്ച രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ സിനിമയിലെ ആട്ടം എന്ന് പറയുന്നത് നമ്മളൊക്കെ ഈ സമൂഹത്തിൽ എന്താ പറയുക ആടി തീർത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യജന്മങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു സിനിമയിൽ സംസാരിക്കുന്ന വിഷയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഒരു സെക്ഷൽ ഹാരാസ്മെൻറ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അത് നമുക്ക് ദിവസം നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്നതാണ്. അപ്പോൾ അതിന് ഏത് മേഖലയിലും അത് സംഭവിക്കാം. ഇത് ഒരു നാടക ട്രൂപ്പിൻ്റെ അകത്ത് സംഭവിക്കുന്നു. അതിൻ്റെ എന്താണ് സത്യം? ഈ മനുഷ്യന്മാർ ഇതിൽ പറയുന്നുണ്ട്, ഈ ചില സമയം നമ്മൾ സ്വാർത്ഥ ചിന്താഗതിക്കാരാവും. നമ്മുടെ ചില സ്വാർത്ഥ ചിന്താഗതി കൊണ്ടിട്ട് നമ്മൾ ചില കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യാനൊക്കെ നോക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എല്ലാ വശങ്ങളെയും സിനിമ വളരെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റും ഡയറക്ഷനുമാണ്. പെർഫോമൻസ് ആയാലും എല്ലാവരും നല്ല ഭംഗിയായിട്ട് അവർ ആ ഒരു എന്താ പറയുക, നമുക്ക് പേരറിഞ്ഞുകൂടെങ്കിൽ കൂടിയും ആ ഒരു കഥാപാത്രമായിട്ട് എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഒരു ഗുഡ് സിനിമ, മികച്ചൊരു സിനിമ കണ്ട ഒരു ഫീൽ കിട്ടും. ഈ വർഷം നല്ല സിനിമയാണ്, നല്ല ഡ്രാമാറ്റിക് ഉള്ള നല്ല സിനിമയാണ്. ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടവർ അഭിനയമൊക്കെ? അല്ല, അഭിനയം എല്ലാവരും കൊള്ളാം. ട്രൂപ്പിൻ്റെ എല്ലാവരും അത് കൊള്ളാം, നല്ലതാണ്. നല്ല പടം, വിനയ് ഫോർട്ടിൻ്റെ പടം, നല്ല സിനിമ, കണ്ടിരിക്കാൻ കൊള്ളാം. നടി നല്ല അഭിനയം, എല്ലാ കാസ്റ്റ് എല്ലാവരും നല്ല പടം. നമ്മൾ ഭയങ്കര ഒരു ട്വിസ്റ്റുകളൊന്നുമില്ല, എന്നാലും ക്ലൈമാക്സൊക്കെ അത്യാവശ്യം നല്ല രസമുണ്ട്, കണ്ടിരിക്കാൻ കൊള്ളാം. നല്ലൊരു പടം.